മാത്സ് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 4 കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ വീഡിയോയിൽ ഇമാജിനറി നമ്പർ, അതായത് ഐയുടെ വിവിധ പവേഴ്സ്, ഇവയെ a+ib രൂപത്തിൽ എഴുതാൻ, അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ, ഒരു കോംപ്ലക്സ് നമ്പറിനെ ആർഗൻ്റ് പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ എന്നിവ വിശദമായി പരിശോധിക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈക്വൽ ടു 3 - 2i. ഇവിടെ കാണാനുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമുക്കറിയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/3 - 2i. നാം ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോമിനേറ്ററിൽ a+ib രൂപത്തിൽ എഴുതാറില്ല. അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറ്. അതായത് 3 - 2i എന്നതിൻ്റെ കോഞ്ചുഗേറ്റ് 3 + 2i. അതുകൊണ്ട് 1/3 - 2i എന്നുള്ളതിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 3 + 2i/3² + 2² എന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് 3 + 2i/13, അതായത് 3/13 + i × 2/13. ഇപ്പോൾ ഇതിനെ നാം a+ib രൂപത്തിൽ എഴുതി കഴിഞ്ഞു. അതായത് ഇതിൻ്റെ തന്നെ ചിലപ്പോൾ റിയൽ പാർട്ട് എഴുതാൻ പറഞ്ഞാൽ 3/13 എന്നും, ഇമാജിനറി പാർട്ട് കൂടി കാണാൻ പറഞ്ഞാൽ, സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ 2/13 എന്നും എഴുതാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈക്വൽ ടു 3 + i × √5. റൂട്ട് മോഡലിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈക്വൽ ടു 1/3 + i √5. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം തന്നെ ഇതിൻ്റെ കോഞ്ചുഗേറ്റായ 3 - i √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു 3 - i √5/3² + √5² നമുക്കറിയാം, a+b × a - b ആണെങ്കിൽ a² - b² ആണ്. ഇവിടെ i വരുന്നത് കൊണ്ട് a² + b² എന്ന രൂപത്തിൽ എഴുതിയാൽ മതിയായിരിക്കും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 - i √5/3² 9, √5² 5, that is 14, equal to 3/14 - i × √5/14 എന്ന രൂപത്തിൽ a+ib രൂപത്തിൽ എഴുതാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് i⁻⁻39. ഐയുടെ വിവിധ പവേഴ്സ് 39, അതുപോലെ 32, 40, ഇങ്ങനെ വിവിധ പവർ വന്നാൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, പവർ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 1/i⁻39 എന്നെഴുതാം. തുടർന്ന് രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് i/i⁻40. ഐയുടെ പവർ 4 വന്നാൽ നമുക്കറിയാം 1 ആണ്. therefore equal to i. ഈ i എന്നുള്ളതിനെ നമുക്ക് 0 + i എന്ന രൂപത്തിൽ എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മോഡുലസ് ഓഫ് z+1 ഈക്വൽ ടു √2 × മോഡുലസ് ഓഫ് z-1, പ്രൂവ് ദാറ്റ് z ഡിസ്ക്രൈബ്സ് എ സർക്കിൾ. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ മോഡുലസ് ഓഫ് z+1 ഈക്വൽ ടു √2 × മോഡുലസ് ഓഫ് z-1. നമുക്കറിയാം, z എന്ന് പറഞ്ഞാൽ x + iy അല്ലെങ്കിൽ a+ib. ഇവിടെ അതാണ് ഈ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. തുടർന്ന് ഇതിലെ റിയൽ പാർട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. അതായത് x + 1 + iy ഈക്വൽ ടു √2 × x-1 + iy. ഇതിനെ നാം ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുമ്പോൾ x + 1 + iy മോഡുലസ് സ്ക്വയർ ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ 2. ഇതേ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഈക്വൽ ടു x + 1 ഹോൾ സ്ക്വയർ + y² ഈക്വൽ ടു 2 ×
എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡയറക്റ്റായിട്ട് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ ടേം വൈ സ്ക്വയർ ടേം എക്സ് ടേം വൈ ടേം കോൺസ്റ്റൻറ്റ് ടേം ഗീവ്സ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്ന് കാണാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് I raised to 3. I raised to 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ചിലപ്പോൾ വളരെ സിമ്പിളായ ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ഇടയുണ്ട്. I raised to 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/i³. ഇതിനെയും നമുക്ക് രണ്ട് ഭാഗത്തും i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും i/i raised to 4. I raised to 4 1 ആണ്. iയുടെ മൾട്ടിപ്പിൾ ഓഫ് 4 ഏത് പവർ വരികയാണെങ്കിലും 1 ആണ്. ഈക്വൽ ടു i എന്നുള്ളതിനെ നമുക്ക് 0 പ്ലസ് i എന്ന രൂപത്തിൽ എഴുതാവുന്നതാണ്. ഇതേ രീതിയിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വളരെ വിശദമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ദെൻ ലെറ്റ് z1 z2 ഈക്വൽ ടു 1 where z1 ഈക്വൽ ടു 1 പ്ലസ് i√3. റൈറ്റ് z2 ഇൻ a പ്ലസ് ib ഫോം. ഇവിടെ z1 തന്നിട്ടുണ്ട്, z1 z2 ഈക്വൽ ടു 1 എന്നും തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ z1 z2 ഈക്വൽ ടു 1. അതിൽ നിന്ന് z2 ആണ് കാണേണ്ടത്. z2 ഈക്വൽ ടു 1/z1. z2 ഈക്വൽ ടു 1/z1. അതിൽ ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ 1/1 പ്ലസ് i√3. മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 പ്ലസ് i√3യുടെ കോഞ്ചുഗേറ്റ് 1 മൈനസ് i√3. സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് i√3/4. ഇതിനെ നമുക്ക് a പ്ലസ് ib രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഈക്വൽ ടു 1/4 പ്ലസ് i ഇൻറ്റു √3/4. അതായത് ഇതിൻ്റെ റിയൽ പാർട്ട് 1/4, ഇമാജിനറി പാർട്ട് മൈനസ് √3/4 എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദെൻ മറ്റൊന്ന്, if z ഈക്വൽ ടു -2 പ്ലസ് 2i റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ആർഗൻറ്റ് പ്ലെയിൻ. ഇതിനെ ആർഗൻറ്റ് പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. നമുക്കിതിനെ if z ഈക്വൽ ടു -2 പ്ലസ് 2i ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കത് ഒരു -2,2 എന്ന പോയിൻ്റിൽ ഇതേ രീതിയിലാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. അതായത് എക്സ് കോർഡിനേറ്റ് -2, വൈ കോർഡിനേറ്റ് 2. റിയൽ ആക്സിസിൽ -2, ഇമാജിനറി ആക്സിസിൽ 2 എന്ന പോയിൻ്റാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. ദെൻ അടുത്ത വീഡിയോ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട ധാരാളം വാക്കുകളുണ്ട്. അതായത് അലഹബാദ്, മിസിസിപ്പി, മാത്തമാറ്റിക്സ്, മലയാളം, ഇതുപോലെയുള്ള ഗൂഗിൾ, യാഹു, പെർമ്യൂട്ടേഷൻ, ഇങ്ങനെയുള്ള പ്രധാന വാക്കുകൾ, ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റുകൾ എങ്ങനെയാണ് എന്നത് നാം ആ വീഡിയോയിൽ വിശദമാക്കുന്നു. അത്തരം ചോദ്യങ്ങൾ കൃത്യമായി ആവർത്തിച്ച് കാണുന്ന ഏതൊരാൾക്കും ആ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.